കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. ഒരു ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്തിനാണ് ലാംഗ്വേജ് യൂസ് ചെയ്യാമെന്നും അറിയാം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാംഗ്വേജസ് യൂസ് ചെയ്യണത്. അപ്പോൾ അതേപോലെ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയാം. സോ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് അലൗ അസ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക കമ്പ്യൂട്ടർ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് കമ്പ്യൂട്ടറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് കമ്പ്യൂട്ടറിനെ കൊണ്ട് ഓരോ ടാസ്കുകൾ ചെയ്യിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രോഗ്രാംസ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ഒരു പ്രോഗ്രാമിനകത്താണ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകളാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ലാംഗ്വേജസിന് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാണ് പറയുക. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ സെറ്റ് ഓഫ് സിംബൽസ് ആൻഡ് റൂൾസ് യൂസ് ടു റൈറ്റ് പ്രോഗ്രാം കോഡ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം കോഡ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതാനായിട്ടുള്ള സെറ്റ് ഓഫ് സിംബൽസ് ആൻഡ് റൂൾസ് ആണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉണ്ടാവുക. സിംബൽസ് വേർഡ്സ് ആൻഡ് റൂൾസ് ആണെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു സെറ്റ് ഓഫ് സിംബൽസും വേർഡ്സും ഒക്കെ ഡിഫൈൻഡ് ആയിരിക്കും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും. ഈ സിംബൽസ് ആൻഡ് വേർഡ്സൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിന് കുറച്ച് റൂൾസും ഉണ്ടായിരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ. ആൻഡ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദി ക്ലോസ്നെസ് ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിത്ത് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് എത്ര ക്ലോസ് ആണ് ഒരു ലാംഗ്വേജ് എന്നനുസരിച്ചിട്ടാണ് അതൊരു ലോ ലെവൽ ലാംഗ്വേജ് ആണോ ഹൈ ലെവൽ ലാംഗ്വേജ് ആണോ നമ്മൾ പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ലാംഗ്വേജസിനെ ലോ ലെവൽ ലാംഗ്വേജസ് എന്നും, എന്നാൽ അത്രയും ക്ലോസ് അല്ലാത്ത ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറായിട്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റാത്ത, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലാംഗ്വേജുകളെയാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയും. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് തന്നെ രണ്ട് രീതിയിലുണ്ട്: മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജിനെയും കമ്പൈൻ ചെയ്തിട്ട് രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതേപോലെ കമ്പ്യൂട്ടർ ലാംഗ്വേജസിന് വേറെയും ഒരുപാട് തരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് ജനറേഷൻസ് ആയിട്ട് ലാംഗ്വേജസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ദി പ്രോഗ്രാമിംഗ് പാരഡൈം യൂസ്ഡ് നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ വീഡിയോയുടെ അകത്ത് നമ്മൾ കാണാൻ പോകുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ ലോ ലെവൽ ആൻഡ് ഹൈ ലെവൽ പറഞ്ഞു. ലോ ലെവലിനകത്ത് തന്നെ മെഷീൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ആണ് പറഞ്ഞത്: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. സോ ഫസ്റ്റ് മെഷീൻ ലാംഗ്വേജ്. This is the fundamental language of a computer and the only language understood by a computer without using a translator. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ലാംഗ്വേജ്. അതായത് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് ആണ്. വേറെ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു ലാംഗ്വേജിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നൊരു ലാംഗ്വേജ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? എനിക്കൊരു ലാംഗ്വേജ് അറിയാം, നിങ്ങൾക്ക് വേറെ ഒരു ലാംഗ്വേജ്. അപ്പോൾ എനിക്ക് ലാംഗ്വേജ് എക്സ് അറിയാം, നിങ്ങൾക്ക് ലാംഗ്വേജ് വൈ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ എക്സും വൈയും അറിയണ ഒരു ട്രാൻസ്ലേറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ എക്സ് എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ലേറ്റർ എക്സിനെ വൈ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവും. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കേസിലും. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജ് ആണ്. വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. ആ ട്രാൻസ്ലേറ്റർ ആയിരിക്കും ആ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കുക. അപ്പോൾ ട്രാൻസ്ലേറ്റർ ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റിയ ഒരേ ഒരു ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോർമലി റിട്ടേൺ ആസ് സ്ട്രിങ്സ് ഓഫ് വൺസ് ആൻഡ് സീറോസ്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞു, അതായത് അതൊരു ബൈനറി ഫോർമാറ്റിലുള്ള ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് നോർമലി സ്ട്രിങ്സ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ആയിട്ടാണ് റൈറ്റ് ചെയ്യുക. അത് സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ഉം 0ഉം വെച്ചിട്ടുള്ള കുറേ പാറ്റേൺസ് വെച്ചിട്ടായിരിക്കും നമ്മൾ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാംസ് എഴുതുക. മെഷീൻ ഇൻസ്ട്രക്ഷൻ ഹാസ് 2 പാർട്സ്: ഓപ്പ് കോഡ് ആൻഡ് ഓപ്പറാൻഡ്. ഓരോ മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ മെഷീൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന് 2 പാർട്ട് ഉണ്ടായിരിക്കും. ഒരു ഓപ്പ് കോഡ് പാർട്ടും ഉണ്ടാവും, ഒരു ഓപ്പറാൻഡ് പാർട്ടും ഉണ്ടാവും.
ഏത് മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എടുത്താലും ഓപ്പ് കോഡ് ടെൽസ് ദി കമ്പ്യൂട്ടർ വിച്ച് ഓപ്പറേഷൻ ടു പെർഫോം. എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓപ്പ് കോഡ് പറയുക. ആൻഡ് ഓപ്പറാൻഡ് ടെൽസ് ദി അഡ്രസ് ഓഫ് ദി ഡേറ്റ ഓൺ വിച്ച് ദി ഓപ്പറേഷൻ ടു ബി പെർഫോംഡ്. അപ്പോൾ എന്ത് ഡേറ്റയുടെ മുകളിലാണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് ആ ഡേറ്റയുടെ അഡ്രസ്സായിരിക്കും ഓപ്പറാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇൻസ്ട്രക്ഷനിൽ പറയണമെന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. ഓപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യേണ്ട 2 നമ്പേഴ്സ്. ആഡ് ചെയ്യേണ്ട 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ വെച്ചിട്ടുണ്ടാവും. ആ മെമ്മറിയുടെ അഡ്രസ്സുകളായിരിക്കും ഓപ്പറാൻഡ്സ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു കറസ്പോണ്ടിങ് ബൈനറി കോഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബൈനറി പാറ്റേൺ ഉണ്ടായിരിക്കും ആഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഏതൊരു മെഷീൻ എടുക്കുകയാണെങ്കിലും ആ മെഷീനിന് സ്പെസിഫിക് ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു മെഷീനിൽ ഒരു 50 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ 50 ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് 50 ബൈനറി പാറ്റേൺസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. സോ ഈച്ച് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഹാസ് ഇറ്റ്സ് ഓൺ മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്പെസിഫിക് ആണ്. ഒരു പെർട്ടിക്കുലർ പ്രോസസ്സറിന് ഒരു മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ പ്രോസസ്സറിനും വേറെ വേറെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ ബൈനറി കോഡുകളാണ്, അല്ലെങ്കിൽ ബൈനറി പാറ്റേൺസ് ആണ്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മെഷീൻ ലാംഗ്വേജ്. സോ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, ഇറ്റ്സ് ഫാസ്റ്റ് എക്സിക്യൂഷൻ. അതായത് എക്സിക്യൂഷൻ വളരെ ഫാസ്റ്റാണ്, അല്ലെങ്കിൽ എക്സിക്യൂഷൻ സ്പീഡ് കൂടുതലാണ് മെഷീൻ ലാംഗ്വേജിന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണ ലാംഗ്വേജാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത് ഈ ലാംഗ്വേജിലുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ നേരിട്ട് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പീഡിൽ എക്സിക്യൂഷൻ നടക്കും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ്. മെഷീൻ ഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് മെഷീനും ഓരോ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് മെഷീൻ ലാംഗ്വേജ് ആണുള്ളത്. അപ്പോൾ ഏത് മെഷീനിന് വേണ്ടിയാണോ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അതിൻ്റെ മെഷീൻ ലാംഗ്വേജ് വെച്ചിട്ടാണ് അതിനുള്ള പ്രോഗ്രാം എഴുതേണ്ടത്. അതായത് ഒരു മെഷീനിന് വേണ്ടി, ഒരു ടൈപ്പ് ഓഫ് മെഷീനിന് വേണ്ടി എഴുതിയ കോഡ് നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് മെഷീനിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളത് നോട്ട് പോർട്ടബിൾ എന്ന് പറയുന്നത്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ വി ക്യാൻ യൂസ് ദി കോഡ് റിട്ടേൺ ഫോർ വൺ മെഷീൻ ഇൻ അനദർ മെഷീൻ. അല്ലെങ്കിൽ ഒരു മെഷീനിന് വേണ്ടി റൈറ്റ് ചെയ്ത കോഡിനെ നമുക്ക് വേറൊരു മെഷീനിൽ റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പോർട്ടബിളാണ് ആ കോഡ് എന്ന് പറയാം. ഇത് പോർട്ടബിൾ അല്ല, കാരണം അത് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ദെൻ പ്രോഗ്രാമിംഗ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അത് 1s and 0s വെച്ചിട്ടുള്ള പാറ്റേൺസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഓരോ ഇൻസ്ട്രക്ഷനും യുണീക്കായിട്ടുള്ള പാറ്റേൺസ് ഉണ്ടാവും. ഈ പാറ്റേൺസൊക്കെ പ്രോഗ്രാമറിനെ അറിയണ്ടേ. സോ ദി പ്രോഗ്രാമർ ഷുഡ് റിമെമ്പർ ഓൾ ദി ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ബൈനറി പാറ്റേൺസ് ഫോർ ഓൾ ദി ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, ഒരു മെഷീൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി ഏബിൾ ടു റെഫർ സം ഇൻസ്ട്രക്ഷൻ മാനുവൽ, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ബുക്ക്, അല്ലെങ്കിൽ ഒരു റെഫറൻസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ റെഫർ ചെയ്തുകൊണ്ടേ എന്തെഴുതാൻ പറ്റുള്ളൂ, പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. ഓരോ ഇൻസ്ട്രക്ഷൻ എഴുതേണ്ട സമയത്ത് അതിൻ്റെ ബൈനറി കോഡ് എന്താണെന്ന് നോക്കുക, അത് എഴുതുക. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലോ റെഫറൻസ് കാർഡൊക്കെ ഇങ്ങനെ റെഫർ ചെയ്തിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ആൻഡ് ദി പ്രോഗ്രാമർ ഷുഡ് കീപ് ട്രാക്ക് ഓഫ് ദി സ്റ്റോറേജ് ലൊക്കേഷൻസ്. അതായത് ഇപ്പോൾ ഒരു ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഏത് മെമ്മറി അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യണം, പിന്നെ അത് എടുക്കുന്ന സമയത്ത് ഇന്ന അഡ്രസ്സിൽ പോയിട്ട് ഡേറ്റ എടുക്കണം, ഇതൊക്കെ പ്രോഗ്രാമർ വേണം പറയാൻ. എന്നുവെച്ചാൽ ഡയറക്റ്റ് ഹാർഡ്വെയറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ആ സ്റ്റോറേജ് ലൊക്കേഷൻസ് ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നതും പ്രോഗ്രാമറുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഹി ഷുഡ് നോ എബൌട്ട് ദി ഹാർഡ്വെയർ സ്ട്രക്ചർ. ഏത് ഹാർഡ്വെയറിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലോജിക് സ്ട്രക്ചർ എന്താണെന്നൊക്കെ അറിഞ്ഞാലേ ഹാർഡ്വെയറിനെ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാംസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നോളജ് ഒരു പ്രോഗ്രാമറിന് വേണം. അതായത് അതിലെ ഇൻസ്ട്രക്ഷൻസ് ഓർത്ത് വയ്ക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് റെഫർ ചെയ്തിട്ട് എഴുതണം, പിന്നെ സ്റ്റോറേജ് ലൊക്കേഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റണം, ഹാർഡ്വെയർ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പ്രോഗ്രാമർ മാനേജ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് വളരെ ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡീബഗ് ആൻഡ് മോഡിഫൈ. ഡീബഗ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറ്റക്റ്റിംഗ് എറേഴ്സ് ആൻഡ് കറക്റ്റിംഗ് ദി എറേഴ്സ്, അതിനെയാണ് നമ്മൾ ഡീബഗിങ് എന്ന് പറയുക. അപ്പോൾ എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഒരുപാട് 1s and 0s വെച്ചിട്ടുള്ള പാറ്റേൺസാണ്. അതിനകത്ത് ഒരു എറർ വന്നാൽ അത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ആൻഡ് മോഡിഫിക്കേഷൻസ് ഓൾസോ ഡിഫിക്കൽട്ട്. എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ കുറേ ബൈനറി നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് പോയിട്ട് മോഡിഫിക്കേഷൻ വരുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് എറർ പ്രോൺ, അതായത് എറർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാമർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് പ്രോഗ്രാമർ ക്യാനോട്ട് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ഓൺ ദി ലോജിക് ഓഫ് ദി പ്രോഗ്രാം. അതിൻ്റെ ലോജിക്കിന് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമറിന് എഴുതാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രാമർ മാനേജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എറർ വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് കംസ് ദി അസംബ്ലി ലാംഗ്വേജ്. ഇപ്പോൾ നമ്മൾ മെഷീൻ ലാംഗ്വേജിൻ്റെ കുറേ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു. ഇതിൽ കുറേ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തുകൊണ്ട് ഉള്ള കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് ആൽഫ ന്യൂമറിക് നെമോണിക് കോഡ്സ് ലൈക്ക് ആഡ്, സബ്, മൂവ് എക്സെട്ര. അപ്പോൾ മെഷീൻ ലാംഗ്വേജിന് ബൈനറി പാറ്റേൺസ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ അതിന് പകരം ആൽഫ ന്യൂമറിക് കോഡ്സ് അല്ലെങ്കിൽ നെമോണിക് കോഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ നെമോണിക് കോഡ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും: ആഡ്, സബ്, മൂവ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ കോഡ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ആഡ് എന്നുള്ള കോഡ് കണ്ടാൽ അറിയാം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻ. അപ്പോൾ ഈ ആഡ് എന്നൊക്കെ പറഞ്ഞത് ഒരു ഓപ്പ് കോഡായിരിക്കും. പിന്നെ ഓപ്പറാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്മറി ലൊക്കേഷൻസോ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നെമോണിക് കോഡ്സാണ് യൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ദി പ്രോഗ്രാംസ് വിൽ ബി മോർ റീഡബിൾ ഓർ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എഴുതാനും വേറൊരാൾക്ക് എഴുതിയത് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമാണ്. ദെൻ ഇറ്റ് ഈസ് ഈസിയർ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ് ദാൻ മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഈസിയറും ലെസ് ടൈം കൺസ്യൂമിങ്ങുമാണ്. ആൻഡ് അസംബ്ലി ലാംഗ്വേജസ് ഓൾസോ പ്രോസസ്സർ സ്പെസിഫിക്, അതായത് മെഷീൻ സ്പെസിഫിക് അല്ലെങ്കിൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ് അസംബ്ലി ലാംഗ്വേജും. ഓരോ പ്രോസസ്സറിനും അതിൻ്റേതായിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ടായിരിക്കും. ദെൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഹാസ് ടു ബി ട്രാൻസ്ലേറ്റഡ് ഫോർ എക്സിക്യൂഷൻ. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് അറിയണ ഒരു ലാംഗ്വേജ് അല്ല, കമ്പ്യൂട്ടറിന് അറിയാൻ മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ കോഡ്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ അസംബ്ലറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ അസംബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് അസംബ്ലി ലാംഗ്വേജ് ഓവർ മെഷീൻ ലാംഗ്വേജ്. ഇറ്റ് ഈസ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്. നമ്മൾ നെമോണിക് കോഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനും യൂസ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. ഈസി ടു ഡീബഗ് ആൻഡ് മോഡിഫൈ. മെഷീൻ ലാംഗ്വേജിനേക്കാളും ഡീബഗ് ചെയ്യാനും, അതായത് എറേഴ്സ് കറക്റ്റ് ചെയ്യാനും അതുപോലെ മോഡിഫിക്കേഷൻസ് വരുത്താനൊക്കെ എളുപ്പമാണ്. ദെൻ ഓട്ടോമാറ്റിക് അഡ്രസ് ട്രാക്കിംഗ് ബൈ ദി അസംബ്ലർ. അപ്പോൾ നമ്മൾ നേരത്തെ മെഷീൻ ലാംഗ്വേജിൽ പറഞ്ഞിരുന്നു പ്രോഗ്രാമർ അഡ്രസ് ട്രാക്കിങ് പ്രോഗ്രാമർ തന്നെ ചെയ്യണമെന്ന്. ഇവിടെ അഡ്രസ് ട്രാക്കിംഗ് അസംബ്ലർ ചെയ്തോളും. എന്നുവെച്ചാൽ അസംബ്ലി ലാംഗ്വേജിലൊരു പ്രോഗ്രാം എഴുതി അതിനെ അസംബ്ലറാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് മെമ്മറിയിൽ എവിടേക്കാണ് വെക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അഡ്രസ് ട്രാക്കിങ് ഓട്ടോമാറ്റിക്കലി അസംബ്ലർ തന്നെ ചെയ്തോളും. ആൻഡ് ഇറ്റ് ഈസ് ഈസിലി റീലൊക്കേറ്റബിൾ. അതായത് ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ വേറൊരു ലൊക്കേഷനിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്രസ് ചേഞ്ചുകളൊക്കെ അസംബ്ലർ ഡയറക്റ്റീവ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. റീലൊക്കേഷൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. ദെൻ ഇറ്റ് റീറ്റെയിൻ ദി എഫിഷ്യൻസി ഓഫ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിലുള്ള പ്രോഗ്രാംസ് വളരെ എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. ആ എഫിഷ്യൻസി അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസും കാണിക്കുന്നുണ്ട്. കാരണം ദർ ഇസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദി മെഷീൻ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഒരു പ്രോസസ്സറിന് ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ടാവും. അതിൽ ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ ഏതാണോ അങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് മെഷീൻ ലാംഗ്വേജ് വെച്ച് ചെയ്യാവോ അതേ കാര്യങ്ങളൊക്കെ തന്നെ അസംബ്ലി ലാംഗ്വേജ് വെച്ചിട്ടും ചെയ്യാം. അതിനൊക്കെ കറസ്പോണ്ടിങ് ഓരോ ഇൻസ്ട്രക്ഷൻ അസംബ്ലി ലാംഗ്വേജിലുള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മെഷീൻ ലാംഗ്വേജിൻ്റെ എഫിഷ്യൻസി അസംബ്ലി ലാംഗ്വേജും റിട്ടേൺ ചെയ്യുന്നുണ്ടെന്ന് പറയാം.
Then disadvantage or limitations of assembly language. It is machine dependent. നമ്മൾ മെഷീൻ ലാംഗ്വേജിന് പറഞ്ഞ പോലെ തന്നെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദി പ്രോഗ്രാംസ് ആർ നോട്ട് പോർട്ടബിൾ. ദെൻ നോളജ് ഓഫ് ഹാർഡ്വെയർ ഇസ് റിക്വയർഡ്. ഇതും ഡയറക്റ്റ് ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാംസ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹാർഡ്വെയറിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് പ്രോഗ്രാമറിന് ഉണ്ടായിരിക്കണം. Then it is time consuming and difficult when compared with high level languages. ഹൈ ലെവൽ ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ലെസ് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞിരുന്നു. അത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്തിരിക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടാണ്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി ഹൈ ലെവൽ ലാംഗ്വേജസ്. അപ്പോൾ മെഷീൻ ലാംഗ്വേജിൻ്റെയും അസംബ്ലി ലാംഗ്വേജിൻ്റെയും ഡ്രോബാക്സ് ഒന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് യൂസസ് സിമ്പിൾ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ആൻഡ് കോമൺ മാത്തമാറ്റിക്കൽ സിമ്പിൾസ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സിമ്പിൾസും, അതായത് പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ് ഇങ്ങനെയൊക്കെ പോലെയുള്ള മാത്തമാറ്റിക്കൽ സിമ്പിൾസും, ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സും, ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള വേർഡ്സ്, അങ്ങനത്തെ വേർഡ്സൊക്കെ വെച്ചിട്ടായിരിക്കും ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും അത് എന്താണ്, ഓരോ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യുമ്പോൾ ആ ഇംഗ്ലീഷ് വേർഡിൻ്റെ മീനിങ്ങിൽ തന്നെയായിരിക്കും അത് പ്രോഗ്രാമിനകത്തും യൂസ് ചെയ്യുക. ഹൈ ലെവൽ ലാംഗ്വേജസിന് എക്സാമ്പിളാണ് സി എന്ന് പറഞ്ഞ ലാംഗ്വേജ്, ദെൻ പാസ്കൽ, ജാവ, സി ഷാർപ്പ്, പൈത്തൺ, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പേരുകളെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. ദെൻ പ്രോഗ്രാംസ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ടു ഇക്വലൻറ്റ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. അതായത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ട്രാൻസ്ലേറ്റേഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ 2 ടൈപ്പ് ട്രാൻസ്ലേറ്റേഴ്സ് ആണുള്ളത്, ഇൻ്റർപ്രറ്റേഴ്സ് ആൻഡ് കമ്പൈലേഴ്സ്. ഇൻ്റർപ്രറ്റേഴ്സും കമ്പൈലേഴ്സും യൂസ് ചെയ്തുകൊണ്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ്, അല്ലെങ്കിൽ മെഷീൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതാണ് ഒരു അഡ്വാൻറ്റേജ്. അതായത് നമ്മൾ ഓരോ ടൈപ്പ് മെഷീനിന് വേണ്ടിയിട്ട് ഓരോ രീതിയിൽ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു സിയിലൊരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് മെഷീനിലും അത് എക്സിക്യൂട്ട് ചെയ്യാം, പ്രൊവൈഡഡ് ദർ ഇസ് എ കമ്പൈലർ ഫോർ ദാറ്റ് ടൈപ്പ് ഓഫ് മെഷീൻ. അപ്പോൾ നമുക്ക് ഒരു കമ്പൈലർ അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രറ്റർ ആണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മെഷീനിന് ആ ലാംഗ്വേജിൻ്റെ, നമ്മൾ പ്രോഗ്രാം എഴുതുന്ന ലാംഗ്വേജിൻ്റെ കമ്പൈലർ ഉണ്ടെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം ആ മെഷീനിൽ റൺ ചെയ്യാം. അപ്പോൾ ഏത് മെഷീനിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം എഴുതിയാൽ, അതിൻ്റെ കമ്പൈലർ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ പോർട്ടബിൾ ആണെന്ന് പറയാം. ദെൻ ഈസിയർ ടു ലേൺ ആൻഡ് യൂസ്. ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. ദെൻ ഫ്യൂവർ എറേഴ്സ്. മെഷീൻ ലാംഗ്വേജിലും അസംബ്ലി ലാംഗ്വേജിലും എറേഴ്സ് വരുന്ന പോലെ ഹൈ ലെവൽ ലാംഗ്വേജിൽ എറേഴ്സ് വരില്ല. അതിന് 2 കാരണമുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി പ്രോഗ്രാമർ ക്യാൻ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ഓൺ ദി ലോജിക്. അതിന് ലോജിക്കിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ മെഷീനെ കുറിച്ചോ അല്ലെങ്കിൽ അണ്ടർലൈൻ മെഷീനെ കുറിച്ചോ ആർക്കിടെക്ചറിനെ കുറിച്ചോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല പ്രോഗ്രാമറിന്. പിന്നെ ഈ കമ്പൈലേഴ്സും ഇൻ്റർപ്രറ്റേഴ്സും ഒക്കെ ആ ട്രാൻസ്ലേഷൻ ടൈമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എറേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമറിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കമ്പൈലേഴ്സും ഇൻ്റർപ്രറ്റേഴ്സൊക്കെ അത് പോയിൻ്റ് ചെയ്ത് കാണിക്കും, ഇന്ന സ്ഥലത്ത് എറർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടും നമുക്കത് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ദെൻ ലോവർ പ്രോഗ്രാം പ്രിപ്പറേഷൻ കോസ്റ്റ്. പ്രോഗ്രാം പ്രിപ്പറേഷൻ കോസ്റ്റ് കുറവാണെന്ന് പറയാൻ കാര്യം, ഇത് പ്രിപ്പയർ ചെയ്യണം, ഈ പ്രോഗ്രാം എഴുതണമെങ്കിൽ മാനുവൽ വർക്ക് കുറച്ച് മതി. അതുകൊണ്ട് തന്നെ കുറച്ച് സമയവും മതി. ഇപ്പോൾ വലിയൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാൻ കുറേ ആൾക്കാർ, ഇപ്പോൾ ഒരു 10 പേര് എഴുതുന്ന പ്രോഗ്രാം ഒരു 3-4 പേര് വേണ്ടി വരണം എന്നില്ല അത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന സമയത്ത്. അത്രയും ഷോർട്ടായിരിക്കും ആ കോഡ് വരിക. പിന്നെ ടൈം, അത് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ടൈമും വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രിപ്പറേഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ദെൻ ഇറ്റ് ഈസ് ഈസിയർ ടു ഡീബഗ് ആൻഡ് മെയിൻറ്റെയിൻ. നേരത്തെ പറഞ്ഞല്ലോ, കമ്പൈലേഴ്സും ഇൻ്റർപ്രറ്റേഴ്സും ഒക്കെ എറേഴ്സ്, സിൻറ്റാക്സ് എറേഴ്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഗ്രാമറിൽ വരുന്ന എറേഴ്സൊക്കെ കാണിച്ചു തരും. പിന്നെ ഇതിങ്ങനെ റീഡബിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡീബഗ് ചെയ്യാൻ എളുപ്പമാണ്.
അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഫസ്റ്റ് ലിമിറ്റേഷൻ ഇസ് ഇറ്റ്സ് ലോവർ എഫിഷ്യൻസി. ഹൈ ലെവൽ ലാംഗ്വേജിന് എഫിഷ്യൻസി കുറവാണ് കമ്പയർഡ് ടു മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. കാരണം അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ മെഷീൻ കോഡ് ജനറേറ്റഡ് ബൈ എ കമ്പൈലർ മേ നോട്ട് ബി ഒപ്റ്റിമൈസ്ഡ്. അപ്പോൾ ഇതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണത് കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററൊക്കെയാണ്. അപ്പോൾ ആ കോഡ് മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്ത കോഡ് അത് ഒപ്റ്റിമൈസ്ഡ് ആവണമെന്നില്ല. ഒപ്റ്റിമൈസ്ഡ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയൊരു കോഡ് ആവണമെന്നില്ല ആ ട്രാൻസ്ലേറ്റ് ചെയ്ത കോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കൂടുതൽ ടൈം എടുക്കാം എക്സിക്യൂട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് അവിടെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പും കൂടെ വരും. പ്രോഗ്രാം എഴുതിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷനും കൂടെ അവിടെ നടക്കും. അപ്പോൾ അതും കൂടെ അതിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ദെൻ ഇറ്റ് ഇസ് ലെസ് ഫ്ലെക്സിബിൾ. മെഷീൻ ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിൻ്റെ അത്രയും ഫ്ലെക്സിബിൾ അല്ല ഹൈ ലെവൽ ലാംഗ്വേജ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡു നോട്ട് നോർമലി ഹാവ് ഇൻസ്ട്രക്ഷൻ ഓർ മെക്കാനിസം ടു കൺട്രോൾ ദി സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് ദി മെഷീൻ. അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മെക്കാനിസം ഒന്നും സാധാരണ ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉണ്ടാവില്ല. അതായത് ഡയറക്റ്റ് ആ ഹാർഡ്വെയറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ മെമ്മറിയുടെ ഇന്ന ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ അഡ്രസ്സിൽ പോയി ഡേറ്റ എടുക്കണം അങ്ങനെയൊന്നും നമുക്ക് പ്രോഗ്രാമിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ ഇൻറ്റേർണലി മാനേജ് ചെയ്യും. നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്നേ പറയാൻ പറ്റുള്ളൂ. അത് എവിടെ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ കമ്പ്യൂട്ടർ തീരുമാനിക്കും. അല്ലെങ്കിൽ ആ കമ്പൈലർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് മെമ്മറി ലൊക്കേഷൻസൊക്കെ തീരുമാനിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് കൺട്രോൾ ഇല്ല ഹാർഡ്വെയറിന്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, മെഷീൻ ലാംഗ്വേജിനെ പോലെ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിനെ പോലെ ഫ്ലെക്സിബിൾ അല്ല ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, കമ്പ്യൂട്ടർ ലാംഗ്വേജസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് ട്രാൻസ്ലേറ്റേഴ്സ് പറഞ്ഞു, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, അസംബ്ലർ എന്നൊക്കെ. അതൊക്കെയാണ് ഇനി പറയാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.